തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ നേതാവ് തിരിച്ചു വരുന്നത് KPCC അധ്യക്ഷനായി വീണ്ടും ഒരു റീ എൻട്രിക്ക് ആ നേതാവ് എത്തുമ്പോൾ കെ സുധാകരനെ വെട്ടുകയാണ് വി ഡി സതീശൻ. കെ സുധാകരൻ പോലും BJP-യിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ്. ചിന്നി ചിതറി കിടക്കുകയാണ് പ്രവർത്തകർ. നേതാവ് ആര്? കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അത് കോൺഗ്രസ് മാത്രമെന്ന് പറഞ്ഞു വന്ന കുമ്പക്കുടി സുധാകരന് പോലും. നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സമാനതകളില്ലാത്ത അല്ലെങ്കിൽ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കണ്ടിട്ടില്ലാത്ത ചില രാഷ്ട്രീയ കോലാഹലങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം പത്മജ വേണുഗോപാൽ, ലീഡർ കെ കരുണാകരന്റെ മകളായിരുന്ന പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു. വടകര സിറ്റിംഗ് MP ആയ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വരുന്നു. അവിടെ മത്സരിക്കും എന്ന് കരുതിയിരുന്ന സിറ്റിംഗ് MP കൂടിയായ TN പ്രതാപൻ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് നടത്തുന്നു. അത്തരത്തിൽ ചില സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതും അല്ലെങ്കിൽ ഇതുവരെയും കോൺഗ്രസിന് മറ്റ് പാർട്ടികളെ പോലെ BJP ആണെങ്കിൽ കുറച്ച് സ്ഥാനാർത്ഥികളെങ്കിലും പ്രഖ്യാപിച്ചിരുന്നു. CPM നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, ലീഗ് പ്രഖ്യാപിച്ചു, കോൺഗ്രസ് വൈകി. എന്തായാലും സാധ്യതാ പട്ടികയിൽ വന്ന ഈ MP-മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയല്ല ചെയ്യുന്നത്. TN പ്രതാപൻ തൽക്കാലം മത്സരിക്കേണ്ട, അങ്ങോട്ടേക്ക് കെ മുരളീധരൻ വരട്ടെ എന്ന് തീരുമാനിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ, രമേശ് ചെന്നിത്തലയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC പ്രസിഡന്റ് കൂടിയായ MP കൂടിയായ കെ സുധാകരനുമൊക്കെ, കുമ്പക്കുടി സുധാകരനുമൊക്കെ ചെന്ന് കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇവിടെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ, കെ സുധാകരനെതിരെ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. കെ സുധാകരൻ നിലവിൽ MP ആണ്, അതോടൊപ്പം തന്നെ KPCC-യുടെ പ്രസിഡന്റ് കൂടിയാണ്. കെ സുധാകരനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹം വന്നതിന് ശേഷം നടത്തിയ സെമി കേഡർ സിസ്റ്റത്തിലെ പാളിച്ചകൾ, ഗ്രൂപ്പ് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ഇനി ഇല്ല, കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അത് കോൺഗ്രസ് മാത്രമെന്ന് പറഞ്ഞു വന്ന കുമ്പക്കുടി സുധാകരന് പോലും ഈ കോൺഗ്രസുകാരെ നന്നാക്കാൻ വേണ്ടി സാധിച്ചില്ല. ഓരോ ദിവസവും കഴിയും തോറും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാർ പോലും ഇപ്പോൾ BJP-യിലേക്ക് ഏത് നിമിഷവും മറുകണ്ഠം ചാടും എന്ന രീതിയിലേക്ക് പോകുന്നു. ഒരു വേള കെ സുധാകരൻ പോലും BJP-യിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തല അസ്വസ്ഥനാണ്, രമേശ് ചെന്നിത്തലയും ഏത് നിമിഷവും BJP-യിലേക്ക് ചേർന്നേക്കാം എന്ന രീതി, എന്ന സംശയം പലരിലും, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ പോലും സംശയത്തിന് ഇടയാക്കിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള പല മുതിർന്ന നേതാക്കളെയും, VM സുധീരനും പോലെയുള്ള, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള പല മുതിർന്ന നേതാക്കളെയും ഈ സുധാകരനും സതീശനും കൂടി തഴയുകയാണ്. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകളില്ലാതെയാണ് പല കാര്യങ്ങളും പാർട്ടിയിൽ നടക്കുന്നത് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. കേരളത്തിലെ കോൺഗ്രസ് വി ഡി സതീശനിലേക്കും കെ സുധാകരനിലേക്കും ഒതുങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ വാർത്ത പുറത്തു വരുന്നു. കെ സുധാകരന്റെ KPCC പ്രസിഡന്റ് സ്ഥാനം തെളിയിക്കാൻ പോകുന്നു. കെ സുധാകരനെ വെട്ടുകയാണ് വി ഡി സതീശൻ. കെ സുധാകരനെ ഇനി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വനവാസത്തിന് വിടാനാണോ വി ഡി സതീശന്റെ ഈ തീരുമാനം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ തീരുമാനം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ KPCC പ്രസിഡന്റായി പുതുതായി വരാൻ പോകുന്നത് മുൻ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുമൊക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തലയാണ് എന്ന വാർത്ത, ആ പേര് മാത്രം പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം, രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ്, ആഭ്യന്തരമന്ത്രിയായിരുന്നു, അതോടൊപ്പം തന്നെ KPCC-യുടെ പ്രസിഡന്റായി മുൻപ് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു റീ എൻട്രി കൊടുക്കുകയാണ്. രമേശ് ചെന്നിത്തല 2.0 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കലങ്ങി മറിയാൻ പോകുന്നു. നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല അസ്വസ്ഥനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് അദ്ദേഹമായിരിക്കും ഇത്തവണയും, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും അദ്ദേഹമായിരിക്കും പ്രതിപക്ഷ നേതാവായി ഉണ്ടാവുക എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ തരത്തിലായിരുന്നു നീക്കങ്ങളൊക്കെ നടന്നിരുന്നത്. പക്ഷേ പൊടുന്നനെ പെട്ടെന്നായിരുന്നു കണ്ടോൺമെന്റ് ഹൗസിൽ നിന്നും അദ്ദേഹത്തിന് പടി ഇറങ്ങേണ്ടി വന്നത്. അവിടെ വി ഡി സതീശന്റെ പേര് വന്നത്. ആ നീക്കങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യത്തിലൊന്നും പല സംശയങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ പല നേതൃസ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നു. മുതിർന്ന നേതാക്കളെ നേരത്തെ സൂചിപ്പിച്ച പോലെ പല കാര്യങ്ങളിലും കൂടിയാലോചനകളില്ലാതെ പ്രതിപക്ഷ നേതാവ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു, KPCC പ്രസിഡന്റ് മറ്റൊരു വാർത്താ സമ്മേളനം നടത്തുന്നു, രമേശ് ചെന്നിത്തലയുടെ വേറെ വാർത്താ സമ്മേളനം. അത്തരത്തിലേക്ക് കോൺഗ്രസിലൊരു ഐക്യമില്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് റീ എൻട്രി. രമേശ് ചെന്നിത്തല റീ എൻട്രി ആയിട്ട് വരുന്നു. ആരാകും ആ പ്രസിഡന്റ് എന്ന് എല്ലാവരും ഉറ്റുനോക്കുമ്പോൾ, പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അപ്രതീക്ഷിതമായോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതോ അല്ലായിരുന്നു. കാരണം രമേശ് ചെന്നിത്തലയെ ഒതുക്കുന്നു എന്ന രീതിയിലേക്ക് വർക്കിംഗ് കമ്മിറ്റിയിൽ പോലും
രമേശ് ചെന്നിത്തലയ്ക്ക് സ്ഥിരം ക്ഷണിതാവ് എന്ന സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ ഒതുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്തിന്റെ പദവിയും കൊടുത്ത് അദ്ദേഹത്തെ അങ്ങോട്ട് കേരളത്തിൽ നിന്നും മാറ്റി നിർത്താം എന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് സാധിക്കില്ല. എന്തായാലും പുതിയ KPCC പ്രസിഡന്റായി രമേശ് ചെന്നിത്തലയെ അക്കോമഡേറ്റ് ചെയ്യുന്നു. നിലവിലെ ഈ ഒരു പ്രശ്നങ്ങൾ കലാപകലുഷിതമായ കോൺഗ്രസിന്റെ സാഹചര്യങ്ങൾ മാറ്റാൻ, ആ സാഹചര്യത്തിൽ നിന്നും കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ പുതിയൊരു KPCC അധ്യക്ഷന്റെ ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ കെ സുധാകരൻ മത്സരിക്കാൻ പോവുകയാണ്. കണ്ണൂരിൽ നിന്നും ജനവിധി തേടാൻ പോകുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ 2 പദവി, ഇരട്ട പദവി കോൺഗ്രസിൽ ഇനി ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ച കെ സുധാകരനാണ് 2 പദവി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സംസ്ഥാനത്തിന്റെ KPCCയുടെ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കണ്ണൂരിലെ MP ആണ്. ഇതെല്ലാം കൂടെ ഒരാളെ എങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ആ ഒരു വിഷയത്തിൽ തന്നെയാണ്. കാരണം നേരത്തെയും കെ സുധാകരൻ അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോകുമ്പോൾ തന്നെ അത്തരമൊരു നീക്കം ഉണ്ടായിരുന്നു. പുതിയൊരു KPCC പ്രസിഡന്റിന് പകരം ചുമതല, അന്നും ആർക്കും ചുമതലയൊന്നും കൊടുത്തിരുന്നില്ല. അന്ന് അദ്ദേഹം തന്നെ തുടരട്ടെ എന്ന തീരുമാനമുണ്ടായത്. പക്ഷേ അന്ന് പലരും ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു KPCC അധ്യക്ഷ സ്ഥാനം വീണ്ടും തങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത്. പക്ഷേ അത് അന്ന് സാധിച്ചില്ല. എന്നാൽ ഇപ്പോഴിതാ അത്തരത്തിലൊരു നീക്കം, കെ സുധാകരനെ വെട്ടിയേ മതിയാകൂ, അല്ലെങ്കിൽ ഈ കോൺഗ്രസിൽ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ തങ്ങൾക്കൊന്നും ഇനിയൊരു ഭാവി ഉണ്ടാകില്ല, ഒരു രാഷ്ട്രീയത്തിന് ഒരു ബാല്യമില്ല എന്ന രീതിയിലേക്ക് പോകുന്ന പല നേതാക്കൾക്കും ഇത് സന്തോഷം നിറഞ്ഞ വാർത്തയാണ്. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നു, വെറും ഒരു MP ആയി മാറാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പോകുന്നു. നേരത്തെയും അങ്ങനെ ആയിരുന്നല്ലോ. അദ്ദേഹം കൂടുതലായും കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അവിടെ നിന്നും മാധ്യമങ്ങളെ കാണുന്നു. അത്തരത്തിലൊരു മറ്റൊരു KPCC പ്രസിഡന്റിനെ പോലെ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തൊരു നേതാവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കെ സുധാകരൻ വീണ്ടും അതേ രീതിയിലേക്ക് കണ്ണൂരിലേക്ക് പോകാൻ പോകുന്നു. അല്ലെങ്കിൽ ഇത്തരം നമുക്കറിയാം, ഈയിടെയായി കെ സുധാകരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് VD സതീശനും കെ സുധാകരനും തമ്മിൽ ചില അസ്വസ്ഥതകൾ, മൈക്കിന് വേണ്ടി അടി, പച്ചയ്ക്ക് തെറി വിളിക്കുക തുടങ്ങിയ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കോട്ടയത്തെ, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെങ്കിൽ ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി പറയാം, കോട്ടയത്ത് ചാണ്ടി ഉമ്മന്റെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ആദ്യം സംസാരിക്കണം എന്ന കാര്യത്തിൽ ഒരു അടി ഉണ്ടായത്. ആദ്യം താൻ സംസാരിച്ചോളാമെന്ന് VD സതീശൻ പറയുന്നു. എന്നാൽ അത് പറ്റില്ല, ഞാനാണ് KPCC പ്രസിഡന്റ്, ഞാനാണ് ആദ്യം സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞ് മൈക്കിന് വേണ്ടി തട്ടിപ്പറിക്കുന്നു. എന്നാൽ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ് VD സതീശൻ പിണങ്ങിക്കൊണ്ട് മൈക്കെല്ലാം കൂടി കെ സുധാകരനെ വെച്ചു കൊടുക്കുന്നു. എന്നാൽ അത് ചോദിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്തരമൊരു പ്രശ്നമൊന്നുമില്ല, അത് പരസ്യമായി എന്നെ പൂജ ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു കെ സുധാകരൻ, ഈ വിജയം VD സതീശൻ്റെതാണെന്ന് പറയാൻ പോവുകയായിരുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം സംസാരിക്കാമെന്ന് പറഞ്ഞതായിരുന്നു VD സതീശൻ. അങ്ങനെ പറഞ്ഞത് ഒതുക്കിക്കളഞ്ഞു. പക്ഷേ വീണ്ടും അടുത്ത വാർത്താ സമ്മേളനം ഇത് തന്നെയാണ്, ഈ മൈക്ക് തന്നെയാണ് കെ സുധാകരനെ ചതിച്ചത്. അന്നും ഇതേപോലെ ഇയാളിത് എവിടെ എന്ന് ചോദിച്ചിട്ടൊരു സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കാരണം VD സതീശൻ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് വരാൻ വേണ്ടി വൈകുന്നു. മറ്റ് സഹപ്രവർത്തകരോട് ചോദിക്കുന്നു, ഈ VD സതീശൻ ഇയാളിത് എവിടെ പോയി? അപ്പോൾ ചോദിക്കുന്ന അയാൾ എന്തൊരു ഉദ്ഘാടനം, ഇയാളെന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു അശ്ലീല സംഭാഷണം നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട് പരസ്പരം ഈ സ്ഥാനത്തെ ചൊല്ലിയുള്ളത്. കാരണം യാത്ര തന്നെ, അവർ നടത്തിയ സമരാഗ്നി യാത്രയെക്കുറിച്ച് ഓർമ്മയുണ്ടാകുമല്ലോ. കാരണം 2 നേതാക്കൾക്കും ഒരേ പ്രാധാന്യം നൽകുന്നു. ഈ 2 നേതാക്കളാണ് ഈ സമരാഗ്നി നടത്തുകയും ചെയ്തത്. അത്തരത്തിൽ ആർക്കും പ്രത്യേക ഒരു പദവി വേണ്ട, പരസ്പരം രണ്ടാളെയും ഒരുപോലെ കൊണ്ടുപോകാനാണ് ACC ശ്രമിച്ചത്. എന്തായാലും ഇപ്പോൾ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക്, അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല എത്തും. അത്തരമൊരു മാറ്റം കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചിതറി കിടക്കുകയാണ് പ്രവർത്തകർ. നേതാവ് ആര്? കെ സുധാകരൻ വന്നപ്പോൾ പല പ്രതീക്ഷകളും പ്രവർത്തകർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു നേതാവില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. 2 നേതാക്കൾ, VD സതീശൻ ഒന്ന് പറയുന്നു, കെ സുധാകരൻ മറ്റൊന്ന് പറയുന്നു. ഈ പ്രവർത്തകർ ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് എന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ നേതാവ് തിരിച്ചു വരുന്നത്. KPCC അധ്യക്ഷനായി വീണ്ടും ഒരു റീ എൻട്രിക്ക് ആ നേതാവ് എത്തുമ്പോൾ അതിൽ പലർക്കും, യുവാക്കൾക്കടക്കം വലിയ പ്രതീക്ഷ ഉണ്ടാകും. അത്തരത്തിൽ ചിതറിക്കിടക്കുന്ന മുതിർന്ന നേതാക്കളടക്കം അസ്വസ്ഥരാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ. അപ്പോൾ ആ മുതിർന്ന നേതാക്കളെ അടക്കം
വീണ്ടും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പിന് പരമാവധി പ്രവർത്തിക്കുക, പരമാവധി വോട്ടുകൾ നേടുക, പരമാവധി സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കോൺഗ്രസ് നടത്താനിരിക്കുമ്പോൾ ആ നേതാവെന്ന രമേശ് ചെന്നിത്തല അവിടെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ സാമുദായിക തലത്തിൽ പോലും ചിലപ്പോൾ പല മാറ്റങ്ങളും ഉണ്ടാകാം. കാരണം നമുക്കറിയാം NSSന്റെ സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ബന്ധം. അത്തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വളരെയധികം ബന്ധമുള്ള ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ ഒരു റീ എൻട്രി കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.